ഹായ്, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സെഷൻ EPS ആൻഡ് OBS. അപ്പോൾ EPS OBS എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, പ്രൈമറിയിൽ EPS OBS എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ലാസ്റ്റ് സെഷനിൽ കണ്ടു. ഇൻഡസ്ട്രിയിൽ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് EPSും OBSും ക്രിയേറ്റ് ചെയ്യണമെന്ന് നിർബന്ധം ഇല്ല. ബട്ട് EPS നമ്മൾ നോർമലി യൂസ് ചെയ്യും. കാരണം EPS നമ്മൾ കറക്റ്റായിട്ടൊരു സ്ട്രക്ചർ ചെയ്തിട്ട് അതിന് ആ സ്ട്രക്ചറിനുള്ളിലേക്ക് പ്രൊജക്റ്റുകൾ ക്ലാസിഫൈ ചെയ്ത് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രൊജക്റ്റിലെല്ലാം കൂടെ കൂടിയിട്ട് മെസ്സപ്പ് ആവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു പ്രൊജക്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് പാടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ മെയിൻലി EPS യൂസ് ചെയ്യുക. OBS നമ്മൾ വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പല പ്രൊജക്റ്റിൽ യൂസ് ചെയ്യാറേ ഇല്ല, ചില പ്രൊജക്റ്റിൽ വളരെ കുറച്ച് മാത്രം. OBS നമ്മൾ യൂസ് ചെയ്യുന്നത് യൂസർ ആക്സസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലേക്ക് വരാം നമുക്ക്. ആദ്യം EPS ഇപ്പോൾ ഞാൻ പ്രീവിയസ് പ്രൊജക്റ്റിൽ കമ്പനിയുടെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് കാണിച്ചു തന്നത്. ബട്ട് അങ്ങനെ ആ രീതിയിൽ കമ്പനിയുടെ സ്ട്രക്ചറൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനുള്ളിൽ ഓരോരോ പ്രൊജക്റ്റ് ഇടേണ്ടി വരുന്നത് എല്ലാ കമ്പനീസിൻ്റെ ഹെഡ് ഓഫീസിലിരിക്കുന്ന പ്ലാനിങ് എഞ്ചിനീയേഴ്സിന് മാത്രമായിരിക്കും. അവരാണ് ഈ എല്ലാ പ്രൊജക്റ്റുകൂടെ നോക്കിയിട്ട് അവരുടെ പ്രൈമറിക്കകത്ത് ഈ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് ഇടുന്നത്. അതൊരു കേസ്. വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പം മോസ്റ്റ്ലി പ്രൊജക്റ്റുകളെല്ലാം ഇൻഡിപെൻഡൻറ്റ് പ്രൊജക്റ്റ് ആയിരിക്കും. ലൈക്ക് ഒരു സൈറ്റിൽ ഒരു പ്രൊജക്റ്റ് നടക്കുന്നു, ആ സൈറ്റിൽ ഒരു സൈറ്റ് ഓഫീസ്, അവിടെ ഒരു പ്ലാനിങ് എഞ്ചിനീയർ കാണും, ആ പ്ലാനിങ് എഞ്ചിനീയർ ഒരു കമ്പ്യൂട്ടർ കാണും, പുള്ളിയുടെ കമ്പ്യൂട്ടറിൽ പ്രൈമറി ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ അതിൽ ആ പ്രൊജക്റ്റ് മാത്രം ക്രിയേറ്റ് ചെയ്യുക, ആ പ്രൊജക്റ്റിന് മാത്രം വർക്ക് ചെയ്യാൻ പ്രൈമറി ചെയ്യാൻ കാണും. അപ്പോൾ ആ ഒരു കമ്പ്യൂട്ടറിനുള്ളിൽ പുള്ളിക്ക് കമ്പനിയുടെ ഫുള്ള് ബ്രാഞ്ചും അതിൻ്റെ ഫുള്ള് പ്രൊജക്റ്റ് ഉണ്ട് കാര്യമില്ല. ആ ഒരു പ്ലാനിങ് എഞ്ചിനീയർ നോക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ പ്രൊജക്റ്റ് മാത്രമാണ്. സോ ആ ഒരു പ്രൊജക്റ്റ് മാത്രമായിരിക്കും പ്രൈമറിയിൽ നിറയെ പ്രൊജക്റ്റിൻ്റെ പല പല റിവിഷൻസ്. അപ്പോൾ ആ റിവിഷൻസ് അടുക്കിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു EPS സ്ട്രക്ചർ ആയിരിക്കും പുള്ളിക്ക് അവിടെ ആവശ്യം വരിക. ബട്ട് ഒരു കമ്പനി ഹെഡ് ഓഫീസിലിരിക്കുന്ന ഒരു പ്ലാനിങ് എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് കമ്പനിയുടെ സ്ട്രക്ചർ മൊത്തം ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് എല്ലാ കമ്പനിക്ക് അണ്ടറുള്ള പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിൻ്റെ ആവശ്യം വരും. മോസ്റ്റ്ലി നമുക്ക് എല്ലാവർക്കും ഇനിഷ്യലായിട്ട് ജോബ് കിട്ടുന്നതും മോസ്റ്റ്ലി നമ്മൾ പ്രൊജക്റ്റ് മാനേജ് ചെയ്യേണ്ടി വരുന്നത് സൈറ്റ് ലെവലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് EPS നമ്മൾ നമ്മുടെ ആ സൈറ്റിന് ആവശ്യമായത് ഏത് രീതിയിലാണോ ആ രീതിയിലുള്ള EPS ക്രിയേറ്റ് ചെയ്ത് നമ്മളിടും. എന്നിട്ട് അതിന് അണ്ടറിലേക്ക് പ്രൊജക്റ്റുകൾ എടുത്ത് മാറ്റി ഇടും. അപ്പോൾ ആ ഒരു അറേഞ്ച്മെന്റിന് വേണ്ടിയിട്ടാണ് EPS യൂസ് ചെയ്യുന്നത്. ഇനി OBSന്റെ കേസ് എടുത്തോ. സൈറ്റ് ഇപ്പോൾ ആദ്യം പറഞ്ഞ മാതിരി ഇപ്പോൾ സൈറ്റിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു പ്രൊജക്റ്റ് മാത്രം നോക്കി വർക്ക് ചെയ്യുന്നവർക്ക് OBSന്റെ ആവശ്യം വരത്തതേ ഇല്ല. കാര്യം അവിടെ വേറെ ആൾക്കാരെ റെസ്പോൺസിബിൾ ആൾക്കാരായിട്ട് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഇപ്പോൾ പ്രീവിയസ് സെഷനിൽ ഞാൻ റെസ്പോൺസിബിൾ ആളായിട്ട് ആ ഒരു സെഷനിൽ പറഞ്ഞത് ഓരോ ജനറൽ മാനേജറും പ്രൊജക്ട് മാനേജറും അങ്ങനെയുള്ള ആൾക്കാരെയാണ് അതിലേക്ക് ഓരോരോ പേരിലേക്ക് ഇട്ടത്. യഥാർത്ഥത്തിൽ ഈ റെസ്പോൺസിബിൾ ആളെന്ന് പറയുന്നത് പ്രൈമറി യൂസ് ചെയ്യുന്ന ആളാണ്. OBS ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത് യൂസേഴ്സിൻ്റെ പ്രൈമറിയിലേക്കുള്ള ആക്സസ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു വലിയൊരു പ്രൊജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു 10 പ്രൊജക്റ്റ് ഉണ്ട്, ഒരു കമ്പനി, അവർക്ക് 10 പ്രൊജക്റ്റ് ഉണ്ട്. ആ 10 പ്രൊജക്റ്റിൻ്റെയും പ്ലാനിങ് നടക്കുന്നത് ഒരു ഒറ്റ ഓഫീസിലാണെന്ന് വിചാരിക്കുക. ആ ഒരു ഓഫീസിൽ ഒരു 10 സിസ്റ്റം ഉണ്ട്, കമ്പ്യൂട്ടർ. ആ 10 സിസ്റ്റത്തിലും 10 പ്രൈമറി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, 10 ലൈസൻസ് ഉള്ള പ്രൈമറി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നെറ്റ്വർക്ക് വഴി കണക്റ്റഡ് ആണെന്ന് വിചാരിക്കുക. അതായത് ഒരു ഒറ്റ ഡേറ്റാബേസ് ആണ്. ഡേറ്റാബേസ് ഒരു ഒറ്റ ഒരെണ്ണമാണ്, അതാണ് മെയിൻ. അപ്പോൾ എല്ലാ പ്രൊജക്റ്റ് ഈ 10 പ്രൊജക്റ്റും വന്ന് സേവ് ആവുന്ന ഒരു ഒറ്റ ഡേറ്റാബേസിലാണ്. അപ്പോൾ ആര് പ്രൈമറി തുറന്നാലും ഈ എല്ലാ പ്രൊജക്റ്റിൻ്റെയും ഡീറ്റെയിൽ അത് കാണിക്കും. അപ്പോൾ ഞാനിപ്പോൾ നോക്കുന്നത് ഒന്നാമത്തെ പ്രൊജക്റ്റാണ്. എനിക്ക് ആ ഒന്നാമത്തെ പ്രൊജക്റ്റ് മാത്രം നോക്കിയത്, വേറെ ഒരു പ്രൊജക്റ്റ് നോക്കേണ്ട കാര്യമില്ല. അപ്പം ഞാൻ പ്രൈമറി തുറന്നു, എൻ്റെ പ്രൊജക്റ്റ് തുറക്കുന്നതിന് പകരം ഞാൻ വേറൊരാളുടെ പ്രൊജക്റ്റ് തുറന്നു. എന്നിട്ട് അബദ്ധത്തിൽ അതിൽ കുറച്ച് എഡിറ്റും ഇല്ലെങ്കിൽ അബദ്ധത്തിൽ ഡിലീറ്റ് ആയി പോയി, എന്തെങ്കിലും ഡേറ്റ ഒക്കെ ചേഞ്ച് ആയി പോയി. അപ്പോൾ അവിടെ ഡേറ്റ ലോസ് വന്നില്ലേ. അത് തടയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, ഞാൻ ലോഗിൻ ചെയ്യാൻ നേരം എനിക്ക് എൻ്റെ പ്രൊജക്റ്റ് മാത്രം എഡിറ്റ് ചെയ്യുന്ന രീതിയിലോ വ്യൂ ചെയ്യുന്ന രീതിയിലോ ആ ഏതെങ്കിലും ഒരു രീതിയിൽ സെറ്റ് ചെയ്തിടും. അത് സെറ്റ് ചെയ്യുന്നത് അഡ്മിൻ പാനലിൽ നിന്നാണ്. അതായത് ഇതിൻ്റെ ഫുള്ള് അഡ്മിൻ കാര്യങ്ങൾ നോക്കുന്ന ഒരു പ്ലാനിങ് എഞ്ചിനീയറാണ്, ഒരു സീനിയർ ഒരാൾ കാണും, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം അഡ്മിൻ ആയിരിക്കും, അല്ലെങ്കിൽ IT സപ്പോർട്ട് ചെയ്യുന്ന ആളായിരിക്കും. അവരാരെങ്കിലും ആയിരിക്കും അത് സെറ്റ് ചെയ്യുന്നത്. അത് സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു കേസിലാണ് നമ്മൾ OBS ആയിട്ട് ഇപ്പം നമ്മൾ 10 പ്ലാനിങ് എഞ്ചിനീയേഴ്സ് ആണ് ഈ ഒരു 10 സിസ്റ്റത്തിലിരിക്കുന്നതെങ്കിൽ ഈ 10 പ്ലാനിങ് എഞ്ചിനീയേഴ്സിനെയാണ് അവിടെ OBS ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട്. എന്നിട്ട് ആ ഓരോ പ്ലാനിങ് എഞ്ചിനീയേഴ്സിനും അവിടെ യൂസർ ആക്സസ് ഇപ്പോൾ OBSൽ ഒരാൾ ഇപ്പോൾ പ്ലാനർ 1 എടുത്തിട്ട് അതിനെ സെലക്ട് ചെയ്തിട്ട് അവിടെ കൺട്രോൾ ലിമിറ്റ് കൊടുക്കും. അയാൾക്ക് ഇന്ന EPS മാത്രമേ കാണാവൂ, ഇന്ന പ്രൊജക്റ്റ് മാത്രമേ കാണാവൂ. ചില പ്രൊജക്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും, ചില പ്രൊജക്റ്റ് വ്യൂ മാത്രം ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കൺട്രോൾസ് കൊടുക്കാൻ പറ്റും. അങ്ങനെ കൺട്രോൾസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് OBS സ്ട്രക്ചർ ഉണ്ടാക്കിയിടുന്നത്. അപ്പോൾ അതിനകത്ത് പ്ലാനർ 1 എന്ന് പറഞ്ഞൊരു OBS ഉണ്ടാക്കിയിട്ട് അതിന് ഈ റൈറ്റ്സ് കൊടുക്കും. എന്നിട്ട് ഈ പ്ലാനർ 1 യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് പുള്ളി ലോഗിൻ ചെയ്യാൻ നേരം പുള്ളിക്ക് വേണ്ട ഏത് പ്രൊജക്റ്റ് ആണോ അത് മാത്രമേ പുള്ളിക്ക് കാണൂ. ബാക്കിയുള്ളത് എഡിറ്റ് ചെയ്യാനോ ഒന്നും പുള്ളിക്ക് പറ്റത്തില്ല. മേ ബി വ്യൂ ആക്സസ് കൊടുക്കാതിരിക്കാം, പക്ഷേ എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പുള്ളിക്ക് അത് ഡിലീറ്റ് ചെയ്യാനോ അതിൽ പോയി ഡേറ്റ മോഡിഫൈ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് OBS മെയിനായിട്ട് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുക. മിക്ക പ്രൊജക്റ്റിലും നമ്മൾ സെപ്പറേറ്റ് ആയിരിക്കും, സൈറ്റിലൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്, എല്ലാം കൂടെ നെറ്റ്വർക്ക് കണക്റ്റഡ് ഒന്നും ആയിരിക്കത്തില്ല. പക്ഷേ ഇങ്ങനെ നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്ത് വലിയ ഹ്യൂജ് പ്രൊജക്ട്സ് വരും. അങ്ങനത്തെ കേസിലാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യം OBS മോസ്റ്റ്ലി യൂസ് ചെയ്യുക. അതും എല്ലാ പ്ലാനേഴ്സിനും അങ്ങനെ OBS യൂസ് ചെയ്യാനുള്ള അവസരവും കിട്ടത്തില്ല. എനിക്ക് OBS യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. ഞാൻ സൗദിയിൽ സാബിക് എന്ന് പറയുന്ന കമ്പനിയിൽ, കെമിയ സാബിക് എന്ന് പറയുന്ന കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ അവിടെ ഒരു 5 പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു ഒരുമിച്ച്. അവിടെ എല്ലാ പ്ലാനേഴ്സും ഒരേ ബിൽഡിംഗ്
ബിൽഡിങ്ങിലായിരുന്നു ഇരുന്നിരുന്നത്. ആ ടൈമിൽ ഈ പ്ലാനേഴ്സിന് വേണ്ടിയിട്ടുള്ള ആക്സസ്, പ്ലാനേഴ്സിൻ്റെ അവിടെയുള്ള, അപ്പോൾ അവിടെ ആ ടൈമിൽ ഞാൻ ഷെഡ്യൂളറായിരുന്നു. അപ്പോൾ എൻ്റെ ജോബ് ഷെഡ്യൂൾസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള ഡേറ്റ തരുന്നതും ഷെഡ്യൂൾ ആക്ച്വൽ അപ്ഡേറ്റ് ചെയ്യുന്നതൊക്കെ പ്ലാനേഴ്സ് ആയിരുന്നു. അപ്പോൾ പ്ലാനേഴ്സിന് വേണ്ടിയിട്ടുള്ള ആക്സസ് റൈറ്റ്സ് കൊടുത്തിരുന്നത് ഞാനായിരുന്നു. ഞങ്ങൾക്ക് അവിടെ എത്ര പ്ലാനർ ഉണ്ടോ അത്രയും പ്ലാനേഴ്സിനെ ഞാൻ OBS ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഓരോ പ്ലാനർക്കും വേണ്ടിയിട്ടുള്ള ആക്സസ് ഞാൻ കൊടുക്കും. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ച്വലി EPPM എന്ന് പറഞ്ഞിട്ട് പ്രൈമറിയുടെ ബ്രൗസർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൈമറി ഉണ്ട്. അതിനകത്താണ് ഈ അഡ്മിൻ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ കൂടുതലുള്ളത്. അത് വലിയ പ്രൊജക്റ്റിന് വേണ്ടി മാത്രമേ EPPM യൂസ് ചെയ്യൂ. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന, ഇപ്പം നമ്മൾ ഈ പഠിക്കുന്നതൊക്കെ PPM എന്ന് പറയും, സോഫ്റ്റ്വെയർ. അത് ആണ് ഈ സോഫ്റ്റ്വെയർ ബേസ് ആയിട്ട് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട്, മറ്റേത് ബ്രൗസർ ബേസ് ആണ്, ഇത് സോഫ്റ്റ്വെയർ ബേസ്. പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനും മറ്റും നമ്മൾ എപ്പോഴും ഈ സോഫ്റ്റ്വെയർ ബേസിലുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും യൂസ് ചെയ്യുക. EPPM യൂസ് ചെയ്യാറില്ല. ഓക്കെ, അഡ്മിൻ കൺട്രോൾസിന്, റിപ്പോർട്ട്സിൻ്റെ ഒക്കെ ഒരു ഭയങ്കര അഡ്വാൻസ് യൂസിനൊക്കെയാണ് നമ്മൾ EPPM യൂസ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് OBS ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. എൻ്റെ പരിചയത്തിലുള്ള കുറേ പ്ലാനേഴ്സ് ഇതുവരെ OBS യൂസ് ചെയ്തിട്ടേ ഇല്ല. സോ ഇതാണ് EPSഉം OBSഉം നമ്മൾ ഇൻഡസ്ട്രി ബേസിൽ യൂസ് ചെയ്യുമ്പോൾ വരുന്ന വ്യത്യാസം. നമ്മൾ തിയറി ബേസിൽ പറയാൻ നേരം EPS OBS ഇതുപോലെ സ്ട്രക്ചറൊക്കെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ബട്ട് ഇൻഡസ്ട്രിയിൽ വരാൻ നേരം OBS നമ്മൾ വളരെ കുറച്ചേ യൂസ് ചെയ്യൂ. അത് യൂസ് ചെയ്യുന്നത് ഇതുപോലെ യൂസർ ആക്സസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. EPS നമ്മൾ യൂസ് ചെയ്യും. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പ്രൊജക്റ്റുകൾ ക്ലാസിഫൈ ചെയ്ത് തരംതിരിച്ചിടണം എങ്കിൽ മാത്രം EPS യൂസ് ചെയ്യും, ഇല്ലെങ്കിൽ അത് യൂസ് ചെയ്യത്തേയില്ല. പ്രൊജക്റ്റിന്റെ കോംപ്ലക്സിറ്റിയും പ്രൊജക്റ്റിന്റെ എണ്ണവും കമ്പനിയുടെ സ്ട്രക്ചറും പ്രൊജക്റ്റിന്റെ കാലാവധിയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കൂടുതൽ പ്രൈമറിയുടെ അഡ്വാൻസ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് യൂസ് ചെയ്ത് ഈ EPS OBS അങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം യൂസ് ചെയ്യുന്നത്. ഇല്ലാത്ത കേസിൽ നോർമലായിട്ട് പ്രൊജക്റ്റ് ആണെങ്കിൽ ഇതൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ഇത്രയാണ് ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം.